Stomach problems and psychological health is related. Why I am asking? Because I feel more anxious, depressed while I am having any stomach problems. I am already having depression and anxiety and is taking medications. ഇതിപ്പം വന്നൊരു കമന്റ് ആണ് ഞാൻ ഭക്ഷണത്തിനെ പറ്റി പറഞ്ഞപ്പോൾ. അതെ അതെ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിപ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറായിട്ട് ആക്റ്റീവ് അല്ല, അത് ഡൈജസ്റ്റീവ് അവെയർനെസ് ഇല്ല. ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പ്രോപ്പറായിട്ടുള്ള സ്പേസ് കൊടുക്കുന്നില്ല. അവിടെ കൂടുതൽ സ്പേസ് കൊടുക്കണം. എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ എത്തണം. അപ്പോഴാണ് നമുക്കവിടെ സ്ട്രെസ്സും സ്ട്രെയിനും എന്നുള്ള ഭാഗത്തെ അനലൈസ് ചെയ്ത് റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പ്രോപ്പറായിട്ടുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ എപ്പോഴും ഡൈജസ്റ്റീവ് പ്രോബ്ലമായിട്ട് തോന്നുന്നത്. കാരണം ആ പ്രോപ്പറായിട്ടുള്ള പൊട്ടൻഷ്യൽ സ്ട്രെങ്തിലോട്ട് നിങ്ങൾ നിൽക്കുന്നില്ല. ആ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? ആദ്യം ദഹനേന്ദ്രിയങ്ങൾ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യണം. അതിന് നിങ്ങൾ അവെയർ ആകണം. പക്ഷേ ഇത് നിങ്ങളുടെ അവെയർനെസ് പ്രോപ്പറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകത്തില്ല. അങ്ങനത്തെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുള്ളത്. ഡിപ്രഷനും നമ്മൾ സ്ട്രെസ്സിനകത്തൊക്കെ കീഴ്പ്പെടുന്ന കാരണം നമ്മുടെ അവെയർനെസ്സിലോട്ട് എത്തുന്നില്ല. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? നമ്മൾ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഇത് ഡീൽ ചെയ്യേണ്ടത് ആരാണ്? ആ വ്യക്തിയാണ് ഡീൽ ചെയ്യേണ്ടത്. ആ വ്യക്തി അത് ഡീൽ ചെയ്യാനായിട്ട് ഏറ്റെടുക്കുന്നില്ല. ഏറ്റെടുക്കുമ്പോഴാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള എക്സ്പാൻഷനും കോൺട്രാക്ഷനിലോട്ട് വരുമ്പോൾ നമ്മുടെ വിഷയങ്ങൾ അവിടെ ഡിസോൾവ് ആകാൻ തുടങ്ങും. ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവാതെ പിന്നെ അവർ മരുന്നിനങ്ങ് വിട്ടുകൊടുക്കുകയാണ്. മരുന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് ചെയ്യട്ടെ എന്നുള്ള ഭാഗം. അതെ, മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഒരു താൽക്കാലിക ആശ്വാസമൊക്കെ കിട്ടും. അല്ലെങ്കിൽ നിരന്തരം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ദഹിപ്പിക്കേണ്ടതിന് പകരം മരുന്ന് ദഹിപ്പിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾക്കൊരിക്കലും അവെയർനെസ് കിട്ടത്തില്ല. അതെ, നമ്മൾ കൊണ്ട് നടക്കുന്ന ശരീരത്തിൽ എന്താ നടക്കുന്നതും അതിൻ്റെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമല്ലേ. അതിന് മരുന്നിനെ ആശ്രയിച്ചിട്ട് അല്ലെങ്കിൽ മരുന്നത് പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തുന്നുള്ളത് ഒരു അലസതയാണല്ലോ. മരുന്ന് ചെയ്യേണ്ട സമയത്ത് മരുന്ന് കൊടുക്കുക, കറക്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഏറ്റെടുക്കുക. ഇപ്പം നമ്മളെ കൊണ്ട് ആ ഒരു അവസ്ഥ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മരുന്ന് കഴിച്ച് അത് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇത് നമ്മൾ തകർക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. നിരന്തരം നമ്മുടെ കേപ്പബിലിറ്റിയിലോട്ട് എത്തുക, സുസ്ഥിരമായിട്ടുള്ള പ്രവർത്തനവും ഉന്മേഷവും ശ്രദ്ധയും കൊണ്ടുവരിക. ഓക്കെ, ബൈ ബൈ.